ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വെറും 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ഗ്ലാസ് തേങ്ങയും ഇട്ട് കൊടുക്കുക. തേങ്ങ എടുക്കുമ്പോൾ ഇതേ സെയിം മെഷർമെൻറ്റിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. വീട്ടിൽ ഗ്ലാസ് ഇല്ലാത്തവരുണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഗ്ലാസ്സിൽ കാണിക്കുന്നത്. മെഷർമെൻറ്റ് കപ്പാണെങ്കിൽ മെഷർമെൻറ്റ് കപ്പിൽ എടുക്കുക. എന്നിട്ട് തേങ്ങ നമ്മൾ മിക്സിയുടെ ജാറിലൊന്ന് ചതച്ചെടുക്കണം. അല്പം വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് ചതച്ചെടുക്കുകയാണ്. അതേപോലെ തന്നെ 2 അല്ലി ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം വേണ്ടവർക്ക് ജീരകം ഇട്ട് കൊടുക്കുക, കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, തേങ്ങയും അരിപ്പൊടിയും. അപ്പോൾ ചെറിയ ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷനിലാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടെന്നുള്ളൂ. അങ്ങനെ ഇങ്ങനെ ചെറിയ ഉള്ളി കഴിക്കാത്ത മക്കളുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് തോനെ വേണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം. ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുകയാണ്. കാരണം നമ്മൾ തേങ്ങ അരച്ച മിക്സിയുടെ ജാറിലുള്ള വെള്ളം തന്നെ ചുഴറ്റിയിട്ടാണ് ഇതിൽ ഒഴിച്ചെടുക്കുന്നത്. കുറേശ്ശെ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കൈ കൊണ്ട് തന്നെ കുഴക്കണം ഏറ്റവും ബെറ്റർ. കൈ കൊണ്ട് കുഴക്കുമ്പോഴാണ് നമ്മുടെ വെള്ളത്തിൻ്റെ ഒരളവ് നമുക്ക് കിട്ടുള്ളൂ. സ്പൂൺ കൊണ്ടോ കയ്യിൽ കൊണ്ടൊക്കെ കുഴക്കണം നമുക്കത് കിട്ടൂല. ഇതിങ്ങനെ കുഴക്കുമ്പോൾ നമുക്കറിയാം എത്രത്തോളം വെള്ളം ഇനി ആവശ്യമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ ഫുഡിൻ്റെ ചാനലിലാണിത്. നമുക്ക് വേറെ ചാനലുണ്ട് നമ്മുടെ ടൈലറിങ്ങിൻ്റെ, അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടൈലറിങ് പഠിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ ചാനലിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുക്കും, അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അല്പം ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടേ. ഉപ്പിടാൻ ഒരിക്കലും മറക്കരുത്. ഇത് ഉപ്പ് ഇടാതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊന്നിനും പറ്റൂല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഉപ്പിടണം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക, ഉപ്പെല്ലാ ഭാഗത്തും എത്തണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കി കൊടുക്കണം ഉപ്പുണ്ടോ എന്നുള്ളത്. ഉപ്പില്ലാതെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പം ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്കിത് പരത്തിയിട്ട് യൂസ് ചെയ്യാം. നമ്മളിത് റോളാക്കിയിട്ട് പരത്തിയിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നത് പരത്തുന്നില്ല, ജസ്റ്റ് നമ്മളിങ്ങനെ ചെറിയ ഒരു റോളാക്കി നോക്കുകയാണ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കൈ കഴുകി വന്നതിന് ശേഷം ഒന്നും കൂടി ഓരോന്നോരോന്നായിട്ട് ബോളാക്കി ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്കത് വാഴൻ്റെ ഇലയിൽ വെച്ചിട്ട് ഒന്ന് അമർത്തിയിട്ട് ഒന്ന് ചുട്ടെടുക്കുകയാണെങ്കിൽ അതും ബെറ്റർ ആയിരിക്കും. ചില ആളുകൾക്ക് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഉരുളാക്കിയിട്ട് കഴിഞ്ഞാൽ അത് പൊട്ടി പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. ഇതിൻ്റെ കൂടെ ചട്നി യൂസ് ചെയ്തിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഇനി ചട്നി ഇല്ലാതെ വെറും കട്ടൻ ചായൻ്റെ കൂടെ തന്നെ നമുക്കിത് ഉപകാരപ്പെടും. രാവിലെ വൈകുന്നേരമൊക്കെ സ്നാക്സ് ആയിട്ടൊക്കെ ഇത് ഉപയോഗിക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണെന്നുണ്ടെങ്കിൽ ചട്നിയും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും. നമ്മൾ അത്യാവശ്യം ചൂടിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളൊന്നിട്ടപ്പോൾ ചൂട് കുറവാണ് എണ്ണ. നമ്മൾ നന്നായിട്ടൊന്ന് കത്തിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ടൈലറിങ്ങിൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നമ്മുടെ ഫുഡിൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നുള്ളത്. ഒന്ന് തന്നെ പൊട്ടാതെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് പരത്തിയെടുക്കുകയാണെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടാവും. ഈ രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആവും. താങ്ക് യു ഫോർ വാച്ചിങ്.